ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ് കേട്ടോ, റാഹത്താണ്. എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ വിഷമങ്ങളും എല്ലാവിധ ദുഃഖങ്ങളും പല രീതിയിൽ വിഷമിക്കുന്ന ആളുകളുണ്ടാവില്ലേ, എല്ലാവർക്കും അള്ളാഹു സമാധാനവും സന്തോഷവും നൽകട്ടെ. ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ഹൈറായ ജോലി നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ, അള്ളാഹു സ്വാലിയത്തായ മക്കൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാനിന്ന് വന്ന വീഡിയോ എന്താ പറയുക, അപ്പോൾ പിന്നെ വേറെ കാര്യം കൂടെ പറയാം. നമ്മൾ എന്നും ദുആ ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഏതെങ്കിലും നമ്മൾ 5 വക്ത് നിസ്കാരത്തിന് പറയുമ്പോൾ ദുആ ചെയ്യുമല്ലോ. അപ്പോൾ ഏറ്റവും നല്ല സുബഹിക്ക് ശേഷമായിരിക്കും നമ്മൾ ദുആ ചെയ്യുമ്പം എല്ലാ മുഅ്മിനുകൾക്ക് വേണ്ടിയിട്ടും മുഅ്മിനാത്തുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യട്ടോ. അപ്പം നമുക്ക് നമ്മളങ്ങനെ ദുആ ചെയ്യുമ്പോൾ മലക്കുകളുടെ സഹായം മലക്കുകളുടെ കാവൽ നമുക്ക് ഉണ്ടാവും. അത് അറബി പറയാം, അങ്ങനെ അറബിയിൽ പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ പറയാം. ഏത് ഭാഷ അറിയുന്ന ആളാണ് റബ്ബിലെ. അപ്പോൾ അല്ലാഹുമ്മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അങ്ങനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ ദുആ ചെയ്യട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക, ഒരു ചെറിയൊരു ദിക്റാണ്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ദിക്റാണ്. ഈ ഒരു ഇസ്മ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ, പതിവാക്കുന്ന ആ ഒരു എണ്ണം എത്രയാണോ ആ എണ്ണത്തിനനുസരിച്ച് തന്നെ നിങ്ങൾ പതിവാക്കട്ടോ. ഇന്ന് ചിലപ്പോൾ 100, നാളെ 150, അങ്ങനെയല്ല. 100 തവണ പതിവാക്കുകയാണെങ്കിൽ ആ ഒരു 100 തവണ തന്നെ പതിവാക്കുക. ചെറിയ ടൈം മതി, 2-3 മിനിറ്റ് മതി. അപ്പം ഈ ഒരു ഇസ്മില്ലേ എല്ലാ ദിവസവും പിന്നെ കഴിയുന്നത്ര തവണ പതിവാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണക്ക് വെച്ചിട്ട് 100 തവണ ചെല്ലുകയാണെങ്കിൽ എത്ര നല്ലതായിരിക്കും കേട്ടോ. അപ്പം ചെയ്യുകയാണെങ്കിൽ നമുക്കില്ലേ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. നമ്മൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു വഴി അവിടെ നമുക്ക് കാണിച്ചു തരും. നമ്മൾ എന്തെങ്കിലും നിസ്സാര കാര്യത്തിൽ മറ്റുള്ളവരെ മുമ്പിൽ പോകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. എനിക്ക് അനുഭവങ്ങളുണ്ട്, ഞാൻ പറയട്ടോ. ഈ ഒരു ദിക്ർ ഞാൻ ചെല്ലാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് എന്താ പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നമ്മൾ യാചിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കടന്നു പോകുമ്പോൾ പോലും ഉണ്ടായിട്ടില്ല. അപ്പം ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ഇസ്മ, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന, എല്ലാ ഇസ്മിനും ഓരോന്നിൻ്റെതായ എന്താ പറയുക ശക്തിയുണ്ട്. അതൊക്കെ നമ്മൾ മുറുകെ പിടിച്ച് പോവുക. ഒരു ദിവസമില്ല, ഒരു തവണയെങ്കിലും അസ്മാഉൽ ഹുസ്ന പതിവാക്കാൻ ശ്രമിക്കുക, കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ കാണാതെ പഠിച്ചാൽ തന്നെ, അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാകും. അപ്പോൾ ഈ ഒരു ഇസ്മിൽ അല്ലാഹ് യാ സ്വമദ് യാ അല്ലാ, സ്വാന്ന് കേട്ടോ, അറബിയിൽ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. യാ സ്വമദ് യാ അല്ലാ, യാ സമദ് യാ അല്ലാ. ആരെയും ആശ്രയിക്കാത്തവനും എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനുമാണ് ഇതിനർത്ഥം കേട്ടോ. ഈ ഒരു ഇസ്മ നമ്മൾ ഒരാഴ്ച നമ്മൾ പതിവാക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ കാണും. നമ്മളൊന്നിനും, മക്കളായാലും ഭർത്താക്കന്മാരായാലും ആരായാലും നമ്മൾ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ ഒരു ശക്തി നമുക്ക് പടച്ചോൻ തരും. അത് ഈ ഒരു ഇസ്മ പതിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ അനുഭവിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ചില നിസ്സാര കാര്യത്തിന് പോലും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ഇസ്മ പതിവാക്കുന്നവർക്ക് ഒന്നിനും ഒരു കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പോകേണ്ട അവസ്ഥ നമുക്ക് അള്ളാഹു തരൂല, ഈ ഒരു ഇസ്മ പതിവാക്കിയാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം മറ്റുള്ളവരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണേ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ എന്താ പറയുക അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഞാനത് തിരുത്താൻ തയ്യാറാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. പിന്നെ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 5 വക്ത് നിസ്കാരത്തിന് പുറകെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ള പ്രതിഫലം ഇരട്ടിയായിരിക്കും. അപ്പം ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷം, ഒന്നെങ്കിലും മഗ്‌രിബിന് അല്ലെങ്കിൽ സുബഹിക്കോ, ഇത് നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമുള്ള ആ ഒരു സമയത്ത് ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ. ചെല്ലുന്ന കണക്കും അത് കൃത്യമായിട്ട് ചെല്ലാൻ ശ്രമിക്കുക. അള്ളാഹു എല്ലാവർക്കും എല്ലാവരും പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ. പിന്നെ അത് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അസാന്നല്ല സ്വാന്നാണ് കേട്ടോ, സ്വാദാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, എന്തെങ്കിലും അങ്ങ് ചൊല്ലിപ്പോവരുത്. അതിനായിട്ട് ഒരു 5 മിനിറ്റ് 100 തവണ ചെല്ലുകയാണെങ്കിൽ ആ 100 തവണ സംസാരത്തിന് ഏർപ്പെടാതെ അതിനായിട്ട് ഒരു 5 മിനിറ്റ് മിനിറ്റ് മാറ്റി വെക്കുക. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഫലങ്ങൾക്ക് കാണാൻ പറ്റും, ഉറപ്പാണ്. അപ്പം എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഈ ഒരു ഇസ്മ പതിവാക്കിയതുകൊണ്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഇസ്മല്ല, അസ്മാഉൽ ഹുസ്ന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മൾ ആരും മുമ്പിലും കൈ നീട്ടേണ്ട, ആരും നമ്മൾ തകർന്നു പോവില്ല. പിന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമുക്കൊരു ഉണർവുണ്ടാവും. എപ്പോഴും നമുക്കില്ല ഒരു വിഷമവും ടെൻഷനും മനസ്സിന് അലട്ടുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, ഇൻഷാ അല്ലാഹ്. അതേപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.